ജനിച്ചൂടായിരുന്നോ? പപ്പയ്ക്ക് നല്ലപോലെ ദേഷ്യം വന്നിട്ടുണ്ട്. ഒന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അതൊക്കെ ഞാൻ മാറ്റിയെടുക്കില്ലേ. അച്ഛന്റെ വീക്ക്നെസ് എന്തൊക്കെയാന്ന് പറ. എന്തിനാ? എനിക്ക് പിടിക്കാൻ. അച്ഛൻ അങ്ങനെ വീക്ക്നെസ് ഒന്നുമില്ല. ആർട്സ്, സ്പോർട്സ്, അങ്ങനെ എന്തെങ്കിലും? ഫുട്ബോൾ ഇഷ്ടാ. രാത്രിയൊക്കെ ഇരുന്ന് മാച്ച് കാണാറുണ്ട്. ഓ താങ്ക് ഗോഡ്. മതി, ഇത് മതി. ഈ കാലുകൊണ്ട് ഞാൻ നിന്റെ അച്ഛനെ കയ്യിലെടുത്ത് കാണിച്ചു തരാം. ലുക്ക് പപ്പ, ഞാൻ കോളേജ് ടീം ക്യാപ്റ്റൻ ആയിരുന്നു. ഞാൻ സിസർ കട്ട് ചെയ്ത് ഗോൾ അടിക്കുമ്പോ ഓപ്പോസിറ്റ് ടീം പോലും ക്ലാപ്പ് ചെയ്യായിരുന്നു. മാർവലസ്. ഞാൻ ആ സിസർ കട്ട് ഒന്ന് കാണിക്കട്ടെ പപ്പ? വേണമെന്നില്ല. ഓ പ്ലീസ് പപ്പ, നോക്കൂ. പാപ്പയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടാവും. അവൻ നോർമൽ അല്ലാന്ന് തോന്നുന്നു. നമുക്ക് തോന്നിട്ട് എന്താ കാര്യം? പ്രിയക്ക് അങ്ങനെ തോന്നുന്നില്ലല്ലോ. എന്നുവെച്ച് ചേരാൻ പാടില്ലാത്തന്നെ ചേർക്കാൻ നോക്കണ്ട ആരും. പ്രിയ ഒരു ഡോക്ടറാണെന്ന് മനുവിന് അറിയാലോ. എന്റെ മകനും ഡോക്ടറാ, FRCS UK. അവന്റെ വൈഫ് അവിടെ തന്നെ. ഷീസ് MBA. വെരി ഗുഡ് പപ്പ. ഞാൻ CBIയിലായിരുന്നു, അറിയാലോ. ഐ നോ പപ്പ. ഞങ്ങളുടെ കുടുംബത്തിന്റെ സ്റ്റാറ്റസിനെ കുറിച്ച് ഒരു ധാരണയായില്ലേ? ലെറ്റേഴ്സ് ഫാമിലി. MBBS, FRCS, MBA, CBI. ഞാൻ ലെറ്റേഴ്സ് ആണ്. MA, LE നേഴ്സ്, മെയിൽ നേഴ്സ്. പക്ഷെ എന്റെ മെയിലിനിടയിൽ കുച്ചല്ല എന്ന് മാത്രം. തുറന്നു പറയാലോ, എന്റെ കുടുംബത്തിലേക്ക് ഒരു മെയിൽ നേഴ്സ് വരുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് താങ്കൾ തന്നെ ഇതിൽ നിന്ന് ഒഴിഞ്ഞു തരണം. പപ്പ പറഞ്ഞതാ ശരി. പപ്പയുടെ സ്റ്റാറ്റസിന് ചേരുന്ന ആളല്ല മനു. അതുകൊണ്ട് ഇവിടുന്ന് പോണം. പക്ഷേ എന്റെ സ്റ്റാറ്റസിന് മനു ചേരും. പപ്പയെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞങ്ങൾ ഇറങ്ങാം. വാ. ആ ബാഗ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനെയാണോ റിയാക്ട് ചെയ്യുന്നത്? നമുക്ക് ആലോചിക്കാം. വേണ്ട, എനിക്ക് പപ്പയെ പേടിയാ. പപ്പ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇപ്പൊ തന്നെ പപ്പ മനുവിനെ വല്ലാതെ ഇൻസൾട്ട് ചെയ്തു. ഇനി ഞാനത് സമ്മതിക്കില്ല. സോറി 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 സോറി. ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. പ്രോമിസ്. നിനക്കറിയാലോ, നമ്മുടെ റിസോർട്ടിന്റെ ഇനാഗുറേഷനാ വരുന്നത്. നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സും പിന്നെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടാവും. അവിടെ വെച്ച് നിങ്ങളുടെ വിവാഹ കാര്യം പപ്പ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. എന്താ പോരെ? ആ മനുവിന്റെ പാരന്റ്സിനെ കൂടെ റിസോർട്ടിലേക്ക് ക്ഷണിക്കണം. ശരി. ഇവനെ ഇത് എവിടെ പോയി കണ്ടുപിടിക്കാനാ? എവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു വാക്കവനെ വിളിച്ചു പറഞ്ഞുകൂടെ? മോളെ, എനിക്കൊരു ചിന്ത. നീ നിന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതാണോ നല്ലത്? അതിലും ഭേദം എന്നെ കൊന്നിട്ട് ഏതെങ്കിലും സെമിത്തേരിയിൽ കുഴിച്ചിടുന്നതാ. സത്യം. ഹലോ. ആ അച്ഛാ, ഞാനാ മനു. എടാ തെണ്ടി പട്ടി, നിന്റെ കരണം ഞാൻ അടിച്ചു പൊട്ടിക്കും. എങ്കിൽ എനിക്കാവുന്ന കാണല്ലോ. സോറി. അയ്യേ, അച്ഛൻ എന്തിനാ എന്നോട് സോറി പറയുന്നേ? അതിന്റെ ആവശ്യമൊന്നുമില്ല. നീ എന്താടാ വിചാരിച്ചത് ഞാൻ നിന്നോട് സോറി പറഞ്ഞെന്നാ? ഓ ഇവൻ. എടാ നിന്റെ കരണം പൊട്ടിക്കുന്നു പറഞ്ഞ പൊട്ടിക്കോടാ പട്ടി. അതിനു മുമ്പ് ഞാൻ പൊട്ടിക്കോടാ. എടോ മനുഷ്യ, ഞാൻ തന്നോടല്ല സംസാരിച്ചത്. ആരോടാ സംസാരിച്ചത്? അച്ഛൻ ഷൂട്ടിംഗിലാ? ഇയാളെ ആളെ കളയാക്കാടുന്നേ. മിസ്റ്റർ, ലുക്ക് ദിസ്. ഐ ആം സ്പീക്കിംഗ് ടു ദിസ്. ഇംഗ്ലീഷ് പടത്തിലാണ് അഭിനയിക്കുന്നേ. അച്ഛാ അച്ഛാ, ഇതൊന്ന് ശ്രദ്ധിക്കേ. പേരൂർ കാവിനടുത്ത ഹരിത ആയുർവേദിക് റിസോർട്ട്. അങ്ങോട്ട് വരണം, വളരെ അത്യാവശ്യമാണ്. ഓക്കെ? ഹലോ ഹലോ. ഓ കട്ട് ചെയ്ത്. ആരാ? മനുവാ മോളെ. ഓ എൻഗേജ്ഡ്. ഇനി ഈ ജന്മത്തിൽ അവനെ കിട്ടൂല.
സാരമില്ല, അവനുള്ള സ്ഥലം മനസ്സിലായല്ലോ. നീ എന്താ അവിടെ ആ റിസോർട്ടില്? അമ്മയ്ക്ക് ഇങ്ങനെ അമ്മയായിട്ട് ഇരുന്നാ മാത്രം മതിയോ? അമ്മായിമ്മയാവണ്ടേ, അമ്മൂമ്മയാവണ്ടേ? അതുകൊണ്ട് ഞാനൊരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. കല്യാണമോ? അപ്പൊ നീ അച്ഛനെ കണ്ടോ? അച്ഛനെ വിളിച്ചു. അച്ഛനിങ്ങോട്ട് വരും. നീ മറ്റുള്ളവരുടെ കൈ കൊണ്ട് ചാകാൻ തന്നെ തീരുമാനിച്ചോ? എന്തായാലും അങ്ങനെ ഒരു ഏർപ്പാടിന് ഞാനില്ല. ഞാൻ അങ്ങോട്ടൊട്ട് വരുന്നുമില്ല. ഹലോ അമ്മ. ഈ ആയുർവേദിക് റിസോർട്ടിന്റെ ഉദ്ഘാടന വേളയിൽ അത്യധികം സന്തോഷമുള്ള മറ്റൊരു കാര്യം കൂടി അറിയിക്കാനുണ്ട്. നമ്മുടെ കുടുംബത്തിലേക്ക് പുതിയൊരു അംഗം കൂടി വരികയാണ്. മനു കൃഷ്ണൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. സത്യത്തിൽ നമ്മുടെ പ്രിയയെ സ്നേഹിച്ചിട്ട് ചതിച്ചു കടന്ന ആളാണ് മനു എന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ പരസ്പരം തിരിച്ചറിയാനാവാതെ പോയ ഒരു പ്രണയ കഥയാണ് വളരെ കൺവിൻസിംഗ് ആയി ഇവരെന്നോട് പറഞ്ഞത്. പ്രിയയുടെ ആഗ്രഹപ്രകാരം ഇദ്ദേഹത്തിന് നമ്മുടെ കുടുംബത്തിൽ അംഗത്വം നൽകാൻ ഞാൻ നിർബന്ധിതനായിരിക്കുകയാണ്. മനുവിന്റെ പേരൻസ് ഉടനെ എത്തും. മറ്റു കാര്യങ്ങൾ അതിനുശേഷം തീരുമാനിക്കാം. മദ്യപിക്കുമല്ലോ? വല്ലപ്പോഴും പോലും കഴിക്കില്ല. ഞാനും കഴിക്കില്ല. സ്മോക്ക് ചെയ്യുമല്ലോ? ഏയ്, സിഗരറ്റ് വലിക്കുന്നതിനെ കുറിച്ച് പറയുന്ന തന്നെ ഒരറ്റത്ത് തീയും മറ്ററ്റത്തൊരു വിഡിന്നല്ലേ? എന്താന്നറിയില്ല, എനിക്ക് ഒരു ദുശീലും ഇല്ല പപ്പാ. പക്ഷെ ഞാൻ മനുവിനെ കുറിച്ച് അന്വേഷിച്ചപ്പോ ഒരു കാര്യം അറിഞ്ഞു. ഈ സ്ത്രീ വിഷയത്തിൽ അല്പം വീക്ക്നെസ് ഉണ്ടല്ലേ? അയ്യോ, അങ്ങനെ ആരും പറഞ്ഞു? അങ്ങനെയാ അറിഞ്ഞത്. എന്റെ മകൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതി എല്ലാം എനിക്കങ്ങ് സമ്മതിച്ചു തരാനൊക്കില്ലല്ലോ. ഒരച്ഛന്റെ ഡ്യൂട്ടി എനിക്ക് ചെയ്തല്ലേ പറ്റൂ. അയ്യോ സാറേ, പപ്പ, എനിക്ക് അങ്ങനെയുള്ള ഒരു വീക്ക്നെസ്സും ഇല്ല. അതൊക്കെ ആരോ എന്നെ കുറിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കുന്ന. ഓക്കെ, ഞാൻ വിശ്വസിക്കുന്നു. മനു എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും. എ സ്മോൾ ഗിഫ്റ്റ് ഫോർ യു. താങ്ക് യു, താങ്ക് യു സോ മച്ച് പപ്പ. ഓപ്പൺ ഇറ്റ്. മനു എനിക്ക് തന്ന ഉറപ്പുകളിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ ഈ ആഭരണം ഞാൻ താങ്കളുടെ കയ്യിൽ അണിയിക്കും. അതിനെനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലെന്ന് അറിയാലോ. റിലാക്സ്, ചിൽ അപ്പ്. നീ ആ സാധനം കളയല്ലേ കേട്ടാ. നിനക്ക് ആവശ്യം വരും, എത്രയും പെട്ടെന്ന് ആവശ്യം വരും. നിനക്ക് വേണ്ടി മറ്റൊരു വധുവും കൂട്ടരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഹാപ്പി ആയില്ലേ? സംഭവം വളരെ സീരിയസ് ആണ്. ആ പെണ്ണിനെ നീ സ്വീകരിച്ചില്ലെങ്കിൽ എന്നെ നിന്നെ ആ വട്ടം കൊല്ലും. കൊന്നു തുടങ്ങി. എന്താ എന്താ തലയ്ക്ക് ചെറിയ കുഴപ്പമുള്ള ആളോ? പെട്ടെന്ന് കൂടിയതാ. അകത്തേക്ക്